ചോദ്യങ്ങളില്ലാത്തത് ആരൊക്കെയാണ്? അതായത് സോഫിയ ഖുറേഷി പാകിസ്ഥാൻ തീവ്രവാദികളുടെ സഹോദരിയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അമേരിക്കൻ പ്രസിഡന്റ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ത്യയുടെ ഭരണകൂടത്തിനോട് ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ കോൺഗ്രസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ നടന്ന മുൻ ഭീകരാക്രമണങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യൻ ജനത മറന്നുപോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയും അന്നത്തെ സർക്കാരും ഇന്നത്തെ സർക്കാരും കൈക്കൊണ്ട നടപടികളും സമീപനങ്ങളും ചർച്ചയായി വരികയും ചെയ്യുന്നു. ബോംബെ അറ്റാക്കിന് ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗും കോൺഗ്രസും എന്ത് ചെയ്തു? ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്ന വീഡിയോ. We will continue to insist to Pakistan's leaders that terrorist safe havens within their borders are unacceptable and the terrorists behind the Mumbai attacks must be brought to justice. Let you know that the leadership of India and Pakistan was unwavering, powerful, but unwavering in both cases, and having these. They really were, from the standpoint of having the strength and the wisdom and fortitude to fully know and to understand the gravity of the situation. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ ഒരു തീവ്രവാദി രാഷ്ട്രമായി തന്നെ മുദ്ര കുത്തിച്ചു. അമേരിക്കയുടെ വളർത്തുപുത്രൻ എന്ന് അറിയപ്പെടുന്ന പാകിസ്ഥാനെ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് തന്നെ തീവ്രവാദി രാഷ്ട്രം എന്ന് വിളിപ്പിക്കുന്നതിനെയാണ് രാഷ്ട്രതന്ത്രത്തിലെ നയതന്ത്രം എന്ന് പറയുന്നത്. നമസ്തേ ട്രംപ് പ്രോഗ്രാം കൊണ്ടോ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചു കെട്ടിപ്പിടിച്ചതുകൊണ്ടോ വിശ്വഗുരു എന്ന് നവമാധ്യമ പാണന്മാരെ കൊണ്ട് പാടിപ്പിച്ചതുകൊണ്ടോ നയതന്ത്രം വിജയിക്കില്ല. അതിനുദാഹരണമാണ് ഇന്ത്യൻ സൈന്യം തീവ്രവാദികൾക്കെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിനെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് സീസ് ഫയർ പ്രഖ്യാപിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പരമാധികാരം മറ്റൊരു രാഷ്ട്രത്തിന് മുന്നിൽ അടിയറ വെച്ച് രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും അഭിമാനത്തെ ഇല്ലാതാക്കിയ പ്രധാനമന്ത്രിയാണ് മോദി എന്ന് ചരിത്രം രേഖപ്പെടുത്തും. അവസാനത്തെ ഒരു കോൺഗ്രസുകാരനും ഈ രാജ്യത്ത് ജീവിക്കുന്ന കാലത്തോളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് ഡോക്ടർ ജിൻഡോ ജോൺ പ്രസാദ് പറഞ്ഞ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കും ഷാബുപ്രസാദെ. കാരണം ഈ രാജ്യം ഇന്ത്യ മഹാരാജ്യമാണല്ലോ, അതുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഉത്തരങ്ങൾ പറയാതെ പോയിട്ട് കാര്യമില്ല. കാരണം പ്രധാനമന്ത്രിക്കും ഈ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിനും കൊടുത്ത ആ ഇമ്മ്യൂണിറ്റി കഴിഞ്ഞു. നിങ്ങൾ യുദ്ധസമാനമായ ഈ സാഹചര്യത്തിൽ അറ്റാക്കിൽ നിന്ന് സീസ് ഫയർ പ്രഖ്യാപിച്ചു. ഇനി ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? നിങ്ങൾ ഉത്തരം പറയാത്തിടത്തോളം കാലം ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കണോ വേണ്ടേ എന്നുള്ളത് പേഴ്സണൽ ചോയ്സാ. ഞങ്ങളൊക്കെ കോൺഗ്രസ്സുകാരായതുകൊണ്ട് യഥാർത്ഥ രാജ്യസ്നേഹികളായതുകൊണ്ട് ഞങ്ങൾ ചോദിക്കും. ചോദ്യങ്ങളില്ലാത്തത് ആരൊക്കെയാണ്? അതായത് സോഫിയ ഖുറേഷി പാകിസ്ഥാൻ തീവ്രവാദികളുടെ സഹോദരിയാണ്. ആ സഹോദരിയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിലെ മന്ത്രിയായിട്ടുള്ള വിജയ് ഷായെ പോലുള്ള ആളുകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ജെ നന്ദകുമാറിനെ പോലുള്ള RSS നേതാക്കന്മാർക്ക് ഈ പഹൽഗാം അക്രമത്തിന്റെ ഉത്തരവാദിയായിട്ടുള്ളത് ഇന്ത്യയുടെ സുപ്രീം കോടതിയാണെന്ന് പറയുന്ന ജെ നന്ദകുമാറിനെ പോലുള്ള RSS നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അർണബ് ഗോസ്വാമിയെ പോലുള്ള ആളുകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാർക്കും ഈ രാജ്യത്തെ പ്രതിപക്ഷ ചേരിയിൽ നിൽക്കുന്ന ജനപക്ഷ ചേരിയിൽ നിൽക്കുന്ന ഓരോ പൗരബോധമുള്ള ആളുകൾക്കും ചോദ്യങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഞങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇനി കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്ന് നിങ്ങൾ കോൺഗ്രസിനെയും കൂടി തൃപ്തിപ്പെടുത്തണം. കാരണം കോൺഗ്രസ്സുകാരുടെ നികുതി നിങ്ങൾ വാങ്ങുന്നില്ലേ? കോൺഗ്രസ്സുകാരൻ നികുതി വാങ്ങുന്നതിനല്ലേ നരേന്ദ്രമോദി ശമ്പളം പറ്റി ജീവിക്കുന്നത്? അപ്പോൾ നരേന്ദ്രമോദിക്ക് അടക്കം സർവ്വ സൗകര്യങ്ങളും കൊടുക്കുന്ന നികുതി കൊടുക്കുന്ന കോൺഗ്രസ്സുകാരൻ ഒരാളെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഓരോ കോൺഗ്രസ്സുകാരനോടും നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യതയുണ്ട്. കാരണം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരം ഡയറക്റ്റ് പറയൂ. പഹൽഗാമിൽ അറ്റാക്ക് ചെയ്ത ആളുകളെ പിടിച്ചോ? ഇല്ല. കിട്ടാവുന്ന തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയോ? ഇല്ല. എന്തുകൊണ്ട് സെക്യൂരിറ്റി വീഴ്ചയുണ്ടായി? അത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാകുമല്ലോ. ആരാണ് ആ ഉത്തരവാദികൾ? അവരുടെ പേര് പോലും പുറത്തു പറയുന്നില്ല. പിന്നെ എങ്ങനെ സീസ് ഫയർ പ്രഖ്യാപിച്ചു? എന്ത് കണ്ടീഷന്റെ പുറത്ത് സീസ് ഫയർ പ്രഖ്യാപിച്ചു? നമ്മളെ ആക്രമിച്ച നമ്മുടെ ആളുകളെ നിരപരാധികളെ കൊന്നുകളഞ്ഞ തീവ്രവാദികളെ പിടിക്കുന്നതിന് മുമ്പ് അതിനനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു നടപടി പാകിസ്ഥാൻ സ്വീകരിച്ചോ? അങ്ങനെ ഒന്നും സ്വീകരിക്കാതെ ഓരോ ഘട്ടത്തിലും നമ്മളെ പ്രത്യാക്രമണം നടത്തി നമ്മളെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാന് മുമ്പിൽ എന്തിന് നമ്മൾ സീസ് ഫയർ പ്രഖ്യാപിച്ചു?
പ്രഖ്യാപിച്ചു എന്നുള്ള രാഷ്ട്രീയ ചോദ്യം ഉയരുന്നു. എങ്ങനെ ട്രംപ് ഇടപെട്ടു? കാശ്മീരിന്റെ വിഷയത്തിൽ ട്രംപിനെ പോലുള്ള ലോക നേതാക്കന്മാർക്ക് ഇടപെടാനുള്ള സാഹചര്യം കൊണ്ടുവന്നു കൊടുത്തെങ്കിൽ അത് പാകിസ്ഥാൻ അനുകൂലമാണെന്നുള്ള ചിന്തിക്കാനുള്ള രാഷ്ട്രീയ ബോധം പോലും ഈ RSSകാർക്ക് ഇല്ലെങ്കിൽ നമ്മൾ എന്തു പറയാനാ? വക്യോൽ കൂനയിൽ സൂചി തരയുന്ന പോലെയാണ് അത്രേ ആക്രമിച്ച ആളുകളെ കണ്ടെത്തൽ. ഈ വക്യോൽ കൂനയിലേക്ക് ഇതുപോലുള്ള തീവ്രവാദികളായിട്ടുള്ള സൂചികൾ കടന്നു വരാനുള്ള സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാരാണ്? സൈന്യത്തിന്റെ അംഗബലം കുറയാൻ കാരണമാരാണ്? വക്യോൽ കൂനയിൽ സൂചി തെരയാൻ പോകേണ്ടത് അക്രമത്തിന് ശേഷമല്ല. വക്യോൽ കൂനയിലേക്ക് ഈ സൂചികൾ കയറി വന്നപ്പോൾ ഈ സുരക്ഷാ സേനയുടെ അംഗബലം കുറച്ച രാഷ്ട്രീയ തീരുമാനമെടുത്തത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവുമല്ലേ? മറുപടി പറയണ്ടേ? അതിന് മറുപടി പറയാതെ നിങ്ങൾ കാട്ടിൽ തെരയാൻ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ദിവസമായി? 10-20 ദിവസമായിട്ട് കാട്ടിൽ തെരഞ്ഞിട്ട് കിട്ടാത്ത തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാകിസ്ഥാന്റെ ഭൂമിയിൽ വെടിവെപ്പ് നടത്തി എന്ന് പറയുന്നതിലല്ല അർത്ഥം. ഞങ്ങളുടെ പൗരന്മാരെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ കൊന്ന് അവരുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മാച്ച ആ തീവ്രവാദികൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം ഷാബു പ്രസാദെ. 71-ലെ ഇന്ദിരാഗാന്ധിയുടെ ആ യുദ്ധമാതൃക ടെക്സ്റ്റ് ബുക്ക് ആക്കിയാലും മതി. നിങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ 71-ലെയോ 65-ലെ ശാസ്ത്രിയുടെ യുദ്ധമാതൃകയോ അല്ലെങ്കിൽ വാജ്പേയിയുടെ കാലത്തെ കാർഗിൽ യുദ്ധമാതൃകയോ ഇതിലേതെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ആക്കിയിട്ട് പാകിസ്ഥാനെ കൊണ്ട് മറുപടി പറയിക്കണമായിരുന്നു. അല്ലാണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് മധ്യസ്ഥ പറയിപ്പിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്.